and welcome to English Cafe. നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിൽ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ക്ലാസ് ഒക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ? ഓക്കെ, സോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ ട്യൂട്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ക്ലിയർ ചെയ്തിട്ടില്ലേ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യം ഉണ്ടാവും. ഏതൊരു സെൻറ്റൻസ് എടുത്ത് നോക്കുകയാണെങ്കിലും ഇംഗ്ലീഷിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമുണ്ട്. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ വേർബ് എന്നാണ് പറയുന്നത്. വേർബ്. ഓക്കെ, ഈ വേർബിൻ്റെ മലയാളം എന്താ അറിയോ? ക്രിയ. അതായത് നമ്മൾ ചെയ്യുന്ന ഓരോരോ ആക്ഷനെയാണ് ഈ വേർബ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ പ്ലേ ഫുട്ബോൾ അല്ലെങ്കിൽ ഐ ഡാൻസ് വെൽ എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ പ്ലേ അല്ലെങ്കിൽ ഡാൻസ്, സിങ്, ഈറ്റ്, സ്ലീപ്പ്, റൈറ്റ്, റീഡ്, ലിസൺ, സീ, വാച്ച്, ഓക്കെ, ഇതെല്ലാം എന്താണ്? നമ്മൾ ചെയ്യുന്ന ഓരോരോ ക്രിയകളാണ്, ഓരോരോ പ്രവൃത്തിയാണ് അല്ലേ? സോ ഇതിനൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ വേർബ് എന്ന് പറയുന്നത്. ആൻഡ് ഇംഗ്ലീഷിൽ ഏത് സെൻറ്റൻസ് എടുത്ത് നോക്കുകയാണെങ്കിലും അത് കമ്പൽസറി ആയിട്ട്, അതായത് എന്തായാലും വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലുള്ള ഒരു കാര്യമാണ് ഈ വേർബ് എന്ന് പറയുന്നത്. വേർബ് ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഐ ഡാൻസ് വെൽ, ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി, അല്ലെങ്കിൽ ദേ റോട്ട് എ ബുക്ക്, ഐ റെഡ് എ ബുക്ക്, ഷീ ലിസൺസ് ടു മീ എന്നൊക്കെ പറയുന്ന സമയത്ത് ഓരോരോ ക്രിയകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ വേറൊരു സെൻറ്റൻസ് പറയാണ്. ഓക്കെ, ഷീ ഈസ് എ ടീച്ചർ. എന്താണ്? ഷീ ഈസ് എ ടീച്ചർ. ഇതിന് മീനിങ് എന്താണ്? അവളൊരു ടീച്ചർ ആണ് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾക്കൊരു വേർബിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഷീ ഈസ് എ ടീച്ചർ എന്ന് പറയുമ്പോഴത്തേനും അവിടെ അവളൊരു ടീച്ചറാണ്. ഇതിൽ അവള് പ്രത്യേകിച്ച് പ്രവൃത്തി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഈ അവൾ എന്ന് പറയുന്ന വ്യക്തി എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നുണ്ടോ? ഷീ ഈസ് ടീച്ചിങ് എന്ന് പറയുകയാണെങ്കിൽ അവൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അവളെ പഠിപ്പിക്കുക എന്നുള്ള ഒരു പ്രവൃത്തി വരുന്നുണ്ട് നമുക്ക് പറയാം. പക്ഷെ അവളൊരു ടീച്ചർ ആണ് എന്ന് പറയുന്ന സമയത്ത് പ്രത്യേകിച്ച് പ്രവൃത്തികൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ല അല്ലേ? സോ ഇവിടെ വേർബ് ഇല്ല എന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല, ഇവിടെയും വേർബ് ഉണ്ട്. പക്ഷെ ഇവിടെ ആക്ഷൻ വേർബ് അല്ല. ഓക്കെ, അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ സൂചിപ്പിക്കുന്ന വേർബിനെയാണ് ആക്ഷൻ വേർബ് എന്ന് പറയുന്നത്. അതല്ലാണ്ടും ഒരു സെറ്റ് ഓഫ് വേർബ് നമുക്കുണ്ട്. അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതാണ് ഹെൽപ്പിംഗ് വേർബ് അല്ലെങ്കിൽ ഓക്സിലറി വേർബ് എന്ന് പറയും. ഓക്കെ, ഹെൽപ്പിംഗ് വേർബ് അല്ലെങ്കിൽ ഓക്സിലറി വേർബ്. അപ്പം ഈ ഓക്സിലറി വേർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ് എന്നുള്ളതാണ് ഈ ഒരു സെന്റൻസിലുള്ളത്. ഷീ ഈസ് എ ടീച്ചർ എന്നുള്ള ഒരു സെന്റൻസിലുള്ളത്. ഇതിൽ ഷീ എന്ന് പറഞ്ഞാൽ എന്താണ്? അവളാണ്. അതൊരു പ്രോണൗൺ ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതേപോലെ ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു എന്ത് വേർഡാണ്? നൗൺ ആണ്. ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു പേരല്ലേ, അപ്പം അത് നൗൺ ആണ് നമുക്കറിയാം. അതേപോലെ എന്നുള്ളത് എന്താണ്? ആർട്ടിക്കിൾ ആണെന്ന് നമുക്കറിയാം അല്ലെ? പിന്നെ ബാക്കി വരുന്ന ഒരു വേർഡ് എന്താ ഇവിടെ? എസ് ആണ്. എന്താണ്? എസ് ആണ്. ഈ എസ് എന്നുള്ളത് ആക്ച്വലി ഒരു ഹെൽപ്പിംഗ് വേർബ് ആണ്. ഓക്കെ, വേർബ് നമ്മൾ ആക്ഷൻ വേർബ് ഇല്ലാത്ത സമയത്ത് ഒരു സെന്റൻസിൽ വേർബ് വേണമല്ലോ, ആ സമയത്ത് യൂസ് ചെയ്യുന്ന വേർബാണ് ഈ എസ്. അതാണ് ഈ ഹെൽപ്പിംഗ് വേർബ്. ക്ലിയർ ആണോ? അപ്പം ഈ ഹെൽപ്പിംഗ് വേർബിൽ പല വേർഡ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആക്ച്വലി ഇതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഓക്കെ, പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന ഹെൽപ്പിംഗ് വേർബ് വേറെയാണ്, അതേപോലെ പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന ഹെൽപ്പിംഗ് വേർബും വേറെയാണ്. അപ്പം ഈ രണ്ട് ടെൻസിൽ യൂസ് ചെയ്യുന്ന വേർബ് അതിനനുസരിച്ച് മാറും. നമുക്ക് ആദ്യം പ്രസന്റ് ടെൻസിൽ, അതായത് ഇപ്പം നടക്കുന്ന വർത്തമാനകാലം എന്ന് പറയില്ലേ, സോ അതായത് ഇപ്പം നടക്കുന്ന കാര്യം. അപ്പോൾ ഈ പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന ഹെൽപ്പിംഗ് വേർബ് ഏതാന്ന് നമുക്ക് പഠിച്ചു തുടങ്ങാം. എന്നിട്ട് നമുക്ക് പാസ്റ്റ് ടെൻസിലേക്ക് പോവാം. ക്ലിയർ അല്ലേ? റെഡി? ഓക്കെ, സോ ഹെൽപ്പിംഗ് വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേർബ് തന്നെയാണ്, പക്ഷെ ആക്ഷൻ വേർബ് ആയിരിക്കില്ല. എന്നാൽ നമ്മൾ ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് എടുക്കുന്ന സമയത്ത് എപ്പോഴും ഉണ്ടാവുന്ന ഒരു സംഭവമാണ് വേർബ്. അതിലും ആക്ഷൻ വേർബ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്തായാലും ഒരു ഹെൽപ്പിംഗ് വേർബ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, സോ ഹെൽപ്പിംഗ് വേർബിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രസന്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലും യൂസ് ചെയ്യുന്ന ഹെൽപ്പിംഗ് വേർബ്. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന ഹെൽപ്പിംഗ് വേർബ്. ഓക്കെ, സോ പ്രസന്റ് ടെൻസിൽ നമുക്ക് 3 ഹെൽപ്പിംഗ് വേർബ് ആണുള്ളത്. ഏതൊക്കെയാണെന്ന് അറിയോ? ഇസ് ഉണ്ട്, ആം ഉണ്ട്, അതേപോലെ ആർ ഉണ്ട്. ഓക്കെ, സോ 3 ഹെൽപ്പിംഗ് വേർബ് ആണ് നമുക്കുള്ളത്. ഇസ്, ആം ആൻഡ് ഏതാണ്? ആർ. ഓക്കെ, സോ ഈ 3 എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യാന്നുള്ളത് നമുക്ക് അടുത്ത പഠിക്കാം. ഓക്കെ, ഇസ് എന്നുള്ളത് എവിടെയാണ് അറിയോ യൂസ് ചെയ്യുക? ഹി എന്ന ഒരു വേർഡിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഷീൻ്റെ കൂടെ, അല്ലെങ്കിൽ ഇറ്റിൻ്റെ കൂടെ, അതേപോലെ സിംഗുലർ ആയിട്ടുള്ള സാഹചര്യങ്ങൾ, ബേസിക്കലി സിംഗുലർ ആയിട്ടുള്ള സാഹചര്യങ്ങളുടെ കൂടെ എല്ലാം നമ്മൾ എസ് യൂസ് ചെയ്യും. എന്ത് യൂസ് ചെയ്യും? എസ്. സിംഗുലർ ആയ നമ്മൾ എസ് യൂസ് ചെയ്യും. അടുത്തത് ആം ആണ്. ഇതും പ്രസന്റ് ടെൻസിൽ തന്നെയാണ് യൂസ് ചെയ്യുക. എന്നാൽ ഹി, ഷീ, ഇറ്റിൻ്റെ കൂടെ അല്ലാണ്ട് ഒറ്റൊരു വാക്കിൻ്റെ കൂടെയാണ് ആം യൂസ് ചെയ്യുക. ഏതാണെന്നറിയോ? ഐ.
ഓക്കെ, ഐ എന്ന വേർഡിന്റെ കൂടെയാണ് ആം യൂസ് ചെയ്യുക. സോ ഇതും ആക്ച്വലി സിംഗുലർ തന്നെയാണ്. സിംഗുലർ സിറ്റുവേഷനിലാണ് ഇസും ആമും യൂസ് ചെയ്യുക. ഇസ് എന്നുള്ളത് ബാക്കി എല്ലാ വേർഡ്സും, ആം എന്നുള്ളത് ഐ എന്ന വേർഡിന് മാത്രം യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ വേർഡാണ്. ഓക്കെ, സോ ഈ ഒറ്റൊരു എക്സ്ട്രാ റൂൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആമിന്റെ കൂടെ എപ്പോഴും ഐ ആണ് ഉണ്ടാവുക. ബാക്കി ഏത് സിംഗുലർ സബ്ജക്ട്സ് വന്നാലും അതിന്റെ കൂടെ എല്ലാം എസ് ആണ് ഉണ്ടാവുക. എന്താ ഉണ്ടാവുക? എസ് ആണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ആർ എന്നുള്ളത് എവിടെയാ യൂസ് ചെയ്യാന്നറിയോ? പ്ലൂറൽ ആയ സാഹചര്യങ്ങളിലാണ് നമ്മൾ ആർ യൂസ് ചെയ്യുക. അത് ഏതൊക്കെയാണ്? ദേ, വി, പ്ലൂറൽ ആയിട്ടുള്ള ഏത് സാഹചര്യങ്ങളിലും നമ്മൾ ആർ ആണ് യൂസ് ചെയ്യുക. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കും കൂടി ഉണ്ട്, അതാണ് യു. ഓക്കെ, യു എന്നുള്ള വേർഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് പ്ലൂറൽ ആയിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത്. അത് യു, നീ ആയാലും നിങ്ങളായാലും ഏതായാലും നമ്മൾ യു തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് അത് പ്ലൂറൽ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം അതും പ്ലൂറൽ ആയിട്ടാണ് വരിക. അപ്പൊ ദേ ആയാലും വി ആയാലും യു ആയാലും അതേപോലെ പ്ലൂറൽ ആയിട്ടുള്ള ഏത് വാക്കായാലും അതിന്റെ കൂടെ എല്ലാം നമ്മൾ ഏത് യൂസ് ചെയ്യും? ഏത് ഹെൽപ്പിംഗ് വേർബ് യൂസ് ചെയ്യും? ആർ ആണ് യൂസ് ചെയ്യുക. സോ പ്രസന്റ് ടെൻസിൽ വരുന്ന 3 വേർഡ്സ് ഏതൊക്കെയാണ്? എസും ആമും ആറും. എസ്, ഹി, ഷീ, ഇറ്റ്, അതേപോലത്തെ ബാക്കിയുള്ള സിംഗുലർ വേർഡ്സിന്റെ കൂടെ എല്ലാം യൂസ് ചെയ്യും. ആം എന്നുള്ളത് ഐയുടെ കൂടെ മാത്രം യൂസ് ചെയ്യും. ആർ എന്നുള്ളത് പ്ലൂറൽ ആയിട്ടുള്ള ഏത് വാക്കായാലും അവിടെ എല്ലാം നമ്മൾ ആറായിരിക്കും യൂസ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. എൻ്റെ കൂടെ ഇരുന്ന് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആദ്യത്തേത്, ഹി ഡാഷ് എ ഡോക്ടർ. ഹി ഡാഷ് എ ഡോക്ടർ. അവനൊരു ഡോക്ടറാണ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവനൊരു ഡോക്ടറാണ്. അപ്പം ഹി ഡാഷ് ഡോക്ടറിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹി ആണ്. ആരെ പറ്റിയാ പറയുന്നത് അതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഇവിടെ ഹി ആണ് സബ്ജക്റ്റ്. അപ്പം ഹി എന്നുള്ളത് എന്താണ്? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ ആണ്. അപ്പൊ സിംഗുലർ ആയിട്ടുള്ള വാക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഹി എവിടെയാ ഉള്ളത്? ഇവിടെയാണ്. ഫസ്റ്റ് വൺ ഉണ്ട് അല്ലെ, ഹി. അപ്പം ഹിയുടെ കൂടെ ഏത് വേർഡാ യൂസ് ചെയ്യുന്നത്? ഇസ് ആണ്. അപ്പൊ ഹി ഈസ് എ ഡോക്ടർ. ഹി is a doctor. He am a doctor എന്ന് വരുമോ? ഇല്ല. ആം എവിടെ യൂസ് ചെയ്യുക? ഐയുടെ കൂടെ മാത്രമാണ് യൂസ് ചെയ്യുക. അതേപോലെ ഹി ആർ എ ഡോക്ടർ എന്ന് എന്തുകൊണ്ടാണ് വരാഞ്ഞത്? ആർ എവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്? പ്ലൂറൽ ആയിട്ടുള്ള, അതായത് ഒന്നിലധികം സാധനങ്ങളോ വസ്തുക്കളോ ആൾക്കാരോ ഉണ്ടെങ്കിലാണ് നമ്മൾ ആർ യൂസ് ചെയ്യുക. പക്ഷെ ഹി എന്നുള്ളത് അവൻ, ഒറ്റയാളേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇസ് യൂസ് ചെയ്യും. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് ദേ. ദേ ഡാഷ് പ്ലേയിങ്. അവര് കളിക്കുകയാണ് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അവര് കളിക്കുകയാണ്. അപ്പം അവരെന്നുള്ളത് എന്താണ്? ഒറ്റ ആളാണോ? അല്ല, ഒന്നിലധികം ആൾക്കാർ എന്തായാലും ഉണ്ട്. അവര് കളിക്കുകയാണ് അല്ലെ. അപ്പം അവരെന്നുള്ളത് എന്താണ്? പ്ലൂറൽ ആണ്. സിംഗുലർ ആണോ? അല്ല, പ്ലൂറൽ ആണ്. അപ്പൊ പ്ലൂറൽ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഏത് ഹെൽപ്പിംഗ് വേർബായി യൂസ് ചെയ്യേണ്ടത്? ഏതാണ്? ഇസ് ആണോ? ആം ആണോ? അല്ല, ആർ ആണ് അല്ലെ. ദേ ആർ പ്ലേയിങ്. എന്താണ്? They are playing. അവർ കളിക്കുകയാണ്. ക്ലിയർ? ഓക്കെ, അടുത്തത് ഐ ഡാഷ് ടയേർഡ്. ഐ ഡാഷ് ടയേർഡ്. ഇവിടെ ആരെ പറ്റിയാ പറയുന്നത്? ഐ, ഞാൻ അല്ലെ. ഐ. അപ്പം ഞാൻ എന്ന് പറയുമ്പോൾ എന്താണത്? ഐ. സിംഗുലർ ആണ് അല്ലെ? പ്ലൂറൽ ആണോ? അല്ല, ഞാൻ എന്ന് പറഞ്ഞ ഒറ്റ വ്യക്തിയല്ലേ ഉള്ളൂ. സിംഗുലർ ആണ് നമുക്കറിയാം. അപ്പം സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഏത് വേർഡാ യൂസ് ചെയ്യുക? ഇസോ അല്ലെങ്കിൽ ആമോ ആണ് അല്ലെ. ആം എവിടെ യൂസ് ചെയ്യുന്നത്? ഐ എന്ന വേർഡ് വരികയാണെങ്കിൽ അവിടെ ആം ആയിരിക്കും. ബാക്കി ഏത് വന്നാലും മിസ് ആണ് സിംഗുലർ ആണെങ്കിൽ. പക്ഷെ ഐ ആണെങ്കിൽ മാത്രം ആം യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. സോ ഇവിടെ ഐ ആണല്ലോ. അപ്പൊ നമ്മൾ ഐ ആം ആണ് യൂസ് ചെയ്യേണ്ടത്. എന്താ യൂസ് ചെയ്യുക? ഐ ആം. ഐ എസ് എന്ന് പറയോ? കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖമില്ല അല്ലെ. അപ്പൊ അത് തെറ്റാണ്. ഐ ആം ആണ് കറക്റ്റ് ആൻസർ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ടീന ഡാഷ് മൈ ഫ്രണ്ട്. ടീന എൻ്റെ സുഹൃത്താണ് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ടീന എൻ്റെ സുഹൃത്താണ്. അപ്പൊ ടീന എന്നുള്ളത് ഒറ്റ ആളല്ലേ ഉള്ളൂ? ഒന്നിലധികം ഉണ്ടോ? ടീന എന്ന് പറയുന്നത് ഒരൊറ്റ വ്യക്തിയാണ്. ഒന്നെന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണോ? അല്ല, സിംഗുലർ ആണ്. അപ്പൊ ടീന എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് ഏത് വേർഡ് ആയിരിക്കും യൂസ് ചെയ്യുക? ആം ആണോ? അല്ല, ആം സിംഗുലർ ഒക്കെ തന്നെയാണ്. പക്ഷെ ഐയുടെ കൂടെ യൂസ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ബാക്കി വരുന്ന സിംഗുലറിനൊക്കെ ഏതാ നമ്മൾ യൂസ് ചെയ്യുക? ഏതാ യൂസ് ചെയ്യുക? എസ് ആണ്. ടീന is my friend. Tina is my friend. ടീന എൻ്റെ സുഹൃത്താണ്. ഓക്കെ, അടുത്തത് children dash studying. കുട്ടികൾ പഠിക്കുകയാണ് എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ ചിൽഡ്രൻ എന്ന് പറയുമ്പം കുട്ടികളാണ്. ചൈൽഡ് എന്ന് പറഞ്ഞാൽ കുട്ടി, അതിന്റെ പ്ലൂറൽ ചിൽഡ്രൻ ആണ്. പലപ്പോഴും നമ്മൾ ചിൽഡ്രൻസ് എന്ന് പറയാൻ സാധ്യതയുണ്ട്. അത് തെറ്റാണ് കേട്ടോ. ചിൽഡ്രൻ ആണ് കുട്ടികൾ. ഓക്കെ, അവിടെ പിന്നെ ഒരു എസ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ചിൽഡ്രൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ.
ചിൽഡ്രൻ ഡാഷ് സ്റ്റഡിങ്, പിള്ളേർ പഠിക്കുകയാണ് അല്ലെ, കുട്ടികൾ പഠിക്കുകയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം കുട്ടികൾ ഒന്നിലധികം ഉണ്ട്. അപ്പൊ എന്താണ് അവിടെ ഏത് വേർഡാ വരിക? എസ് ആണോ, ആം ആണോ, ആറാണോ? ആറാണ്. വെരി ഗുഡ്, ആർ. ചിൽഡ്രൻ ആർ സ്റ്റഡിങ്. ഓക്കെ, സോ ഇവിടെ ഒരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാം. അതായത് ഈ എസും ആമും ആറും ഇതിനൊക്കെ മീനിങ് എന്താണ്, അർത്ഥം എന്താണ് നമുക്ക് നോക്കണ്ടേ, പഠിക്കാം കേട്ടോ. ഹി ഈസ് എ ഡോക്ടർ, അവനൊരു ഡോക്ടർ ആണ്. ഓക്കെ, ദേ ആർ പ്ലേയിങ്, അവർ കളിക്കുകയാണ്. ഐ എം ടയേർഡ്, ഞാൻ ടയേർഡാണ്, ഞാൻ ക്ഷീണിതനാണ്. ടീന ഈസ് മൈ ഫ്രണ്ട്, ടീന എൻ്റെ സുഹൃത്താണ്. ചിൽഡ്രൻ ആർ സ്റ്റഡിങ്, കുട്ടികൾ പഠിക്കുകയാണ്. സോ ഈ 5 സെന്റൻസിന്റെ അവസാനം നമുക്ക് എന്താ കിട്ടേ? ആണ്, പഠിക്കുകയാണ്, ടയേർഡാണ്, സുഹൃത്താണ്. അപ്പം എല്ലാത്തിന്റെ അവസാനമായിട്ട് ആണ് എന്നാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. സോ ബേസിക്കലി ഈ 3 വേർഡ്സിന്റെ അർത്ഥം ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നൊക്കെ തന്നെയാണ് കേട്ടോ. സോ ആണ് എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 3 വാക്കുകളാണ് ഇത്, എസും ആമും ആറും. പക്ഷെ യൂസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ മാത്രമാണ് വ്യത്യാസം. എസും ആമും സിംഗുലറിന്റെ കൂടെയും ആറ് പ്ലൂറലിന്റെ കൂടെയും, അതേപോലെ എസ് ഹി ഷി ഇറ്റിന്റെ കൂടെ ആണെങ്കിൽ ആം ഐയുടെ കൂടെയാണ്. ആറ് പിന്നെ പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നുമില്ല, എല്ലാത്തിന്റെ കൂടെയും. പ്ലൂറൽ ആണെങ്കിൽ അവിടെ ആറായിരിക്കും യൂസ് ചെയ്യുക. ക്ലിയർ? സോ ഇത്രയേ ഉള്ളൂ പ്രസന്റ് ടെൻസ്. ആകെ 3 വാക്കുകളേ ഉള്ളൂ. അത് സിറ്റുവേഷൻ അനുസരിച്ച് ചെറുതായിട്ട് മാറ്റുക. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇതിനേക്കാളും സിമ്പിൾ ആണ് ആക്ച്വലി പാസ്റ്റ് ടെൻസ് കേട്ടോ. പാസ്റ്റ് ടെൻസിൽ പ്രത്യേകിച്ച് കൺഫ്യൂഷൻസ് ഒന്നും വരാനില്ല. 2 വാക്കുകൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പം ഈ ആണ് എന്നതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ആയിരുന്നു എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ. അത് ഏതൊക്കെയാന്നുള്ളത് നമുക്ക് ഇതിന്റെ അടുത്ത പാർട്ടിലായിട്ട് പഠിക്കാം. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ്. വേഗം തന്നെ അടുത്ത വീഡിയോയിലേക്ക് പൊക്കോളൂ. ബൈ.